നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇരിട്ടി മേഖലയിലെ ടൂറിസം സാധ്യതകൾ. എടക്കാനം വ്യൂ പോയിന്റിൽ ശില്പശാല നടത്തി. ഹൈവിഷൻ ന്യൂസ് ഇംപാക്ട്. വേനൽ ചൂട് പ്രതിരോധിക്കാൻ കഴിയാതെ നേന്ത്രവാഴകൾ കരിഞ്ഞുണങ്ങുന്നു. വിലക്കുറവിനൊപ്പം വാഴകൾ കരിഞ്ഞുണങ്ങി നശിക്കുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. കൊട്ടിയൂർ നീണ്ടുനോക്കി പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം ആരംഭിച്ചു. വൈശാഖോത്സവത്തിന് മുൻപ് പ്രവൃത്തി പൂർത്തിയാകുമോ എന്ന ആശങ്കയിൽ പ്രദേശവാസികൾ. ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച ടാങ്കിന് സമീപം മലിനജലം കെട്ടിക്കിടക്കുന്നു. പകർച്ചവ്യാധി ഭീഷണി. വാർത്തകൾ വിശദമായി. ഹൈവിഷൻ ന്യൂസ് ഇംപാക്ട്. ഇരിട്ടി മേഖലയിലെ ടൂറിസം സാധ്യതകൾ. എടക്കാനം വ്യൂ പോയിന്റിൽ ശില്പശാല നടത്തി. ഇരിട്ടി മേഖലയിലെ ഒട്ടേറെ ടൂറിസം സാധ്യതയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് ഹൈവിഷൻ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നവകേരളം കർമ്മപദ്ധതി ഹരിത കേരള മിഷൻ ഉദ്യോഗസ്ഥർ മേഖലയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ഓരോ സ്ഥലത്തിനും ഉതകുന്ന തരത്തിലുള്ള ടൂറിസം സാധ്യതകൾ ജനപ്രതിനിധികളുടെയും ബന്ധപ്പെട്ടവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും ചർച്ച ചെയ്യുന്നതിനും വേണ്ടിയാണ് എടക്കാനം വ്യൂ പോയിന്റിൽ ശില്പശാല നടത്തിയത്. പായമുക്കിലെ തോണിക്കടവ്, ജബ്ബാർ കടവ്, ഇരിട്ടി നേരമ്പോക്ക്, വള്ളിയാട്, അകന്തുരുത്ത്, എടക്കാനം വ്യൂ പോയിന്റ്, പഴശ്ശി ഡാം സൈറ്റ് എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത്. തുടർ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു. ഇതിന്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടത്തുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ശില്പശാലയിൽ ചർച്ചയായി. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത, ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ, പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി, നവകേരളം കർമ്മപദ്ധതി ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സുനിൽകുമാർ, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ജയപ്രകാശ് പന്തക്ക, ഇരിട്ടി നഗരസഭാ വൈസ് ചെയർമാൻ PP ഉസ്മാൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AK രവീന്ദ്രൻ, K സുരേഷ്, PK ബൾക്കീസ്, വാർഡ് കൗൺസിലർ K മുരളീധരൻ, വിവിധ കൗൺസിലർമാർ, DTPC സെക്രട്ടറി ജിജേഷ് കുമാർ, ഇറിഗേഷൻ AE സിയാദ്, വിവിധ മേഖലകളിൽ നിന്നുള്ളവരും ശില്പശാലയിൽ പങ്കെടുത്തു. അപ്പോൾ എല്ലാ നാട്ടുകാരുടെയും അകമഴിഞ്ഞ ഒരു സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ മുന്നോട്ട് വരുന്നത്. ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ലൊരു സ്ഥലം എന്നുള്ളത് ഇരിട്ടി നഗരസഭയിലാണ് എന്നുള്ള ഒരു നല്ല ബോധ്യം. ഇപ്പോൾ തന്നെ ഇരിട്ടി നഗരസഭയുടെ ഇപ്പുറത്തെ വശം ഇരിട്ടി നഗരസഭയാണെങ്കിൽ അപ്പുറത്തെ വശം പായം പഞ്ചായത്ത്, പടിയൂർ പഞ്ചായത്തും എല്ലാം കോർഡിനേറ്റ് ചെയ്ത് വലിയൊരു ടൂറിസത്തിനുള്ള സാധ്യതയാണ് നമുക്ക് വകഞ്ഞ് വന്നിട്ടുള്ളത്. ആ ഒരു സംഭവത്തിൽ എല്ലാ വിധത്തിലുള്ള ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ക്യാമ്പയിനായി നമുക്കിത് നടത്താൻ സാധിച്ചാൽ ലോകത്തിൻ്റെ എല്ലാ നാട്ടിലുള്ള ആൾക്കാരും വന്ന് ഇതൊരു വലിയ നിലയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന തരത്തിൽ വ്യത്യസ്തമായ പരിപാടിയിലേക്ക് പോകണം എന്ന് ഞങ്ങളെപ്പോലുള്ള സംവിധാനത്തിനോട് പറയുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. പക്ഷേ ഇത് ഏറ്റെടുക്കുന്ന പ്രവർത്തനം ഇവിടെ ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ പറഞ്ഞ മാതിരി ഒരു പ്രത്യേക സംവിധാനത്തിന് കീഴിലാണ്. പഴശ്ശി പദ്ധതി എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനത്തിൻ്റെ കയ്യിലുള്ള ഭൂമിയിലാണ് ചെയർമാൻ അവർ സൂചിപ്പിച്ചു. ആ കീഴിലുള്ള ഭൂമിയിലാണ് നമ്മൾ ഇടപെടുന്നത് എന്നുള്ളതുകൊണ്ട് അതിനൊരുപാട് പ്രയാസങ്ങൾ നേരാൻ സാധ്യതയുള്ള കാര്യങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വകുപ്പിൻ്റെ പ്രശ്നമല്ല, നമ്മൾ ഒരു വലിയ സുരക്ഷാ സംവിധാനത്തിന് കൂടി മുൻഗണന കൊടുത്തുകൊണ്ട് ചെയ്യേണ്ടുന്ന പ്രവർത്തനമാണ്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. വേനൽ ചൂട് പ്രതിരോധിക്കാൻ കഴിയാതെ നേന്ത്രവാഴകൾ കരിഞ്ഞുണങ്ങുന്നു. വിലക്കുറവിനൊപ്പം വാഴകൾ കരിഞ്ഞുണങ്ങി നശിക്കുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. മടപ്രച്ചാലിലെ വിശാട്ട് ജോസഫിന്റേതുൾപ്പെടെ നിരവധി കർഷകരുടെ നേന്ത്രവാഴകളാണ് നശിക്കുന്നത്. വേനൽ ചൂട് പ്രതിരോധിക്കാൻ കഴിയാതെ നേന്ത്രവാഴകൾ കരിഞ്ഞുണങ്ങുന്നു. വിലക്കുറവിനൊപ്പം വാഴകൾ കരിഞ്ഞുണങ്ങി നശിക്കുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ്. മടപ്പുറച്ചാലിലെ വിച്ചാട്ട് ജോസഫിൻ്റേതുൾപ്പെടെ നിരവധി കർഷകരുടെ നേന്ത്രവാഴകളാണ് ഇത്തരത്തിൽ നശിക്കുന്നത്. വേനൽ ചൂടിന് കാഠിന്യമേറിയതോടെയാണ് ചൂട് താങ്ങാനാവാതെ നേന്ത്രവാഴകൾ ഒടിഞ്ഞു തൂങ്ങി പിന്നീട് കരിഞ്ഞുണങ്ങി നശിക്കുകയാണ്. ചൂട് കനത്തതോടെ മലയോര മേഖലയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള നേന്ത്രവാഴ കർഷകരാണ് പ്രതിസന്ധിയിൽ ആയത്. നിലവിലിത് 300 വാഴയായിരുന്നു വെച്ചത്. അപ്പോൾ ഈ വിഷുവിന് ഒക്കെ വിലയുണ്ടാവും, മുസ്ലിംസിൻ്റെ നോമ്പിൻ്റെ സമയത്തൊക്കെ വിലയുണ്ടാവുമെന്ന് വെച്ചിട്ട് ചെയ്തതാണ്. പക്ഷേ വിലയുണ്ടായില്ല. കനത്ത ചൂട്, ദിവസം വെള്ളം അടിക്കുന്നത്. 1500 രൂപ കഴിഞ്ഞ പ്രാവശ്യം കറണ്ട് ബില്ല് അടച്ചത്. അന്നൊന്നും ഒടിഞ്ഞു തീരുക. കെട്ടിയ വാഴയാണെങ്കിൽ തന്നെ നടുക്കുന്ന് ഒടിഞ്ഞു പോവുക ചൂടായിട്ട്. അത് ഇതിൻ്റെ കായുടെ അറ്റം പഴുത്തു പോകുന്നുണ്ട്. മൂപ്പത്തുന്നതിന് മുമ്പേ ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേനും അറ്റം പഴുത്ത് പൊതിഞ്ഞ് കെട്ടിയതാണെങ്കിൽ പോലും
അതെല്ലാം തിരിഞ്ഞ് കടയിൽ എടുക്കാണ്ട് വരിക. 30 രൂപ 32 രൂപ വിലയുള്ള ഇതും കൊണ്ട് കടയിൽ ചെന്നിട്ട് തന്നെ കാര്യം. കഴിഞ്ഞ പ്രാവശ്യം കറിക്കായ്ക്ക് തന്നെ 30 രൂപ വിലയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഇനി സംരക്ഷിച്ചുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. മുഴുവൻ നശിച്ചു. 300 വാഴയിൽ ഏതാണ്ട് ഇനി ഒരു 10-40 വാഴയുള്ളൂ. ബാക്കി മുഴുവൻ ഒടിഞ്ഞു പോയി. ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയുടെ നഷ്ടം എനിക്കിപ്പോൾ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 500 രൂപയ്ക്ക് മേലെ വിലയ്ക്ക് ഞാൻ കൊല കൊടുത്തോണ്ടിരുന്നത്. മുഴുവൻ കൊത്തി കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഈ പ്രാവശ്യത്തെ ഒറ്റയെണ്ണം പോലും കിട്ടിയില്ല. ഇത് ഇൻഷുറും ചെയ്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇൻഷുർ ചെയ്തിട്ട് തന്നെ അത് അവർ ക്ലെയിം പെടുത്താൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇൻഷുർ ചെയ്തിട്ടുമില്ല. വിലക്കുറവിനൊപ്പം വാഴകൾ നശിക്കുക കൂടി ചെയ്തതോടെ കർഷകർക്ക് ഇരട്ടി ദുരിതമാണ് ഉണ്ടായിരിക്കുന്നത്. ബാങ്ക് ലോൺ ഉൾപ്പെടെ എടുത്താണ് പലരും കൃഷി ചെയ്തത്. ചൂട് കനത്തതോടെ ദിവസവും മോട്ടോർ അടിച്ച് രാവിലെയും വൈകുന്നേരവും നനയ്ക്കുകയും ചെയ്തിരുന്നെങ്കിലും അതുകൊണ്ട് യാതൊരു പ്രയോജനവും ലഭിച്ചില്ലെന്നാണ് വിച്ചാട്ട് ജോസഫ് പറയുന്നത്. 300ഓളം വാഴ കൃഷി ചെയ്തതിൽ പകുതിയിലധികവും വേനൽ ചൂടിൽ ഒടിഞ്ഞു തൂങ്ങി കരിഞ്ഞുണങ്ങി നശിച്ചു കഴിഞ്ഞു. 2 ആഴ്ച കൊണ്ട് വിളവെടുക്കേണ്ട വാഴക്കായുടെ ചുണ്ടുണങ്ങിപ്പോകുന്നതിനാൽ ഇത് കച്ചവടക്കാർക്കും വേണ്ടാത്ത അവസ്ഥയാണ്. അടിയന്തരമായി ഇത്തരത്തിൽ കൃഷിനാശമുണ്ടായ കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ കൃഷിവകുപ്പ് ഇടപെടൽ നടത്തണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച ടാങ്കിന് സമീപം മലിനജലം കെട്ടിക്കിടക്കുന്നു. ഇരിട്ടി താലൂക്ക് ആശുപത്രിയുടെ ആവശ്യങ്ങൾക്കായി വെള്ളം സംഭരിക്കുന്നതിന് വേണ്ടിയാണ് പുതിയ ആശുപത്രി കെട്ടിടത്തിന് മുൻവശത്ത് മുറ്റത്ത് വലിയ ടാങ്ക് നിർമ്മിച്ചത്. ഇരിട്ടി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ടാങ്കിന്റെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത്. എന്നാൽ ഇതിന് സമീപത്തായി മലിനജലം കെട്ടിക്കിടക്കുകയാണ്. എന്നാൽ ഇത് പകർച്ചവ്യാധികൾക്ക് ഇടയാക്കും. കൊതുക് കൂത്താടികൾ വളർന്ന് ആശുപത്രിയിലെത്തുന്നവർക്ക് തന്നെ ഇത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. ആശുപത്രിയിലെത്തുന്നവരുടെ ആരോഗ്യത്തിന് തന്നെ ഭീഷണിയാണിത്. അതിനാൽ ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി ഉടൻ പൂർത്തീകരിച്ച് ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. നീണ്ടുനോക്കി പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം ആരംഭിച്ചു. വൈശാഖോത്സവത്തിന് മുൻപ് പ്രവൃത്തി പൂർത്തിയാകുമോ എന്ന ആശങ്കയിൽ പ്രദേശവാസികൾ. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കൊട്ടിയൂർ നീണ്ടുനോക്കി പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും റീടൈനിങ് വാളിന്റെയും നിർമ്മാണം പൂർത്തിയാകുമെന്ന ആശങ്കയിൽ പ്രദേശവാസികൾ. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതാണ്. ഒരു ഭാഗത്തെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം ഇനിയും ബാക്കിയുമാണ്. എന്നാൽ പാലത്തിന്റെ റീടൈനിങ് വാളിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണം പൂർത്തിയാകാൻ ഇനിയും 2 ആഴ്ചയോളം എടുക്കുമെന്നാണ് PWD അധികൃതർ പറയുന്നത്. ഇത് പൂർത്തിയായ ശേഷം മെയ് അവസാനത്തോടെ അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന വിവരം. സമാന്തര റോഡിന്റെ നവീകരണവും അന്തിമഘട്ടത്തിലാണ്. എന്നാൽ സമാന്തര റോഡിലുള്ള 6 കലുങ്കുകളുടെ നിർമ്മാണം ഇനിയും പൂർത്തിയാകാനുമുണ്ട്. കേളകം മുതൽ കൊട്ടിയൂർ വരെ ചിലയിടങ്ങളിൽ റോഡ് ടാർ ചെയ്യാനുമുണ്ട്. കേളകം മുതൽ വളയഞ്ചാൽ വരെയുള്ള പ്രവൃത്തിയും പൂർത്തിയായിട്ടില്ല. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയിൽ ഉൾപ്പെടുത്തി 14,10,17,933 രൂപ ചിലവിലാണ് വളയഞ്ചാൽ മുതൽ മന്നഞ്ചേരി വരെയുള്ള 11.6.70 കിലോമീറ്റർ റോഡ് നിർമ്മിക്കുന്നത്. കേളകം, കൊട്ടിയൂർ പഞ്ചായത്തുകളിലായാണ് സമാന്തര റോഡ് ഉള്ളത്. നീണ്ടുനോക്കി പാലത്തിന്റെ നിർമ്മാണത്തിനായി 6.4 കോടി രൂപയാണ് അനുവദിച്ചത്. 2022 ഡിസംബറിലാണ് നീണ്ടുനോക്കി പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ അധികം വൈകാതെ പാലം പണി നിലച്ചു. ഇക്കൊല്ലം ജനുവരിയിലാണ് പാലം പണി പുനരാരംഭിച്ചത്. ഉത്സവകാലത്ത് മലയോര ഹൈവേയിൽ ഗതാഗതക്കുരുക്കുണ്ടാകുമ്പോൾ ആശ്രയിക്കുന്നത് സമാന്തര റോഡിനെയാണ്. സമാന്തര റോഡിനെ നീണ്ടുനോക്കിയിൽ മലയോര ഹൈവേയുമായി ബന്ധിപ്പിക്കുന്നതാണ് നീണ്ടുനോക്കി പാലം. വലിയ ഗതാഗതക്കുരുക്കാണ് കഴിഞ്ഞ ഉത്സവകാലത്ത് ഉണ്ടായത്. മണിക്കൂറുകളോളമാണ് വാഹനങ്ങൾ 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാതെ വഴിയിൽ കിടന്നത്. മെയ് 21-നാണ് ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ആരംഭിക്കുന്നത്. ഉത്സവത്തിൻ്റെ തിരക്ക് വർദ്ധിക്കുന്നതിന് മുമ്പ് ജോലികൾ പൂർത്തിയായെങ്കിൽ മാത്രമേ ഗതാഗതക്കുരുക്ക് ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. 2 സൈഡിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്രോച്ച് റോഡിൻ്റെ പണി ഇതിനോടകം തന്നെ ഉത്സവത്തിന് മുമ്പായി പൂർത്തീകരിക്കേണ്ടതുണ്ടെന്നുള്ള രീതിയിൽ ഞങ്ങൾ പലതവണ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാലും പണിയിൽ അല്പം ഒരു മാന്യത ഉള്ളതുപോലെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നത്. കാരണം അപ്രോച്ച് റോഡിലിവിടെ ടൗണിലേക്കുള്ള ഭാഗത്ത് പല വ്യാപാര സ്ഥാപനങ്ങളും അവരുടെ തിണ്ണ അടക്കം പൊളിച്ചെടുക്കുകയും അതുപോലെ തന്നെ ചില വ്യാപാര സ്ഥാപനം പൂർണ്ണമായും ഒഴിവാകുകയൊക്കെ ചെയ്തപ്പോൾ ആ ചേർന്നുള്ള റോഡിൻ്റെ പണിയും പെട്ടെന്ന് തന്നെ തീർത്തെങ്കിലേ വ്യാപാരികൾക്ക് അവിടെ വ്യാപാരം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ വ്യാപാരികൾക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 1 മാസമായിട്ട് തിണ്ണയും ബിൽഡിങ്ങും പൊളിച്ചിട്ട് വ്യാപാരം നടത്താത്ത വ്യാപാര സ്ഥാപനങ്ങൾ വരെയുണ്ട്. അത് വ്യാപാരികളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ഈ സമയത്ത്
വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് പാലം നല്ലതാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ സാധാരണക്കാരനെയും വ്യാപാരികളെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ബന്ധപ്പെട്ടവർ അതിൻ്റെ പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ആവശ്യപ്പെടാനുള്ളത്. അതെ, ഉത്സവം തുടങ്ങാനായി. അപ്പം ആദ്യകാലം മുതൽ നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്ന കാര്യം അതാണ്. ഉത്സവത്തിന് മുമ്പായി പാലത്തിൻ്റെ പണി പൂർണ്ണമായും പൂർത്തീകരിക്കണം. കാരണം ഉത്സവത്തിന് എത്ര റോഡ് വികസിച്ചാലും ഉത്സവത്തിന് എല്ലാ വർഷവും വാഹന തിരക്കുണ്ടാകാറുണ്ട്. അപ്പോൾ ആ തിരക്ക് ഒരു പരിധിവരെ പരിഹരിക്കുന്നത് ഈ അപ്രോച്ച് റോഡ് വഴി വാഹനങ്ങൾ കടത്തിവിട്ടാണ്. കഴിഞ്ഞ വർഷം അതിൻ്റെ വലിയ വിഷമമുണ്ടായി. കാരണം പാലം പൊളിച്ച സമയമായതുകൊണ്ട് വാഹനങ്ങൾക്ക് അതിലെ കടന്നു പോകാൻ സാധിച്ചില്ല. ഈ വർഷം അത് ഉത്സവത്തിന് മുമ്പായി ആ പാലത്തിൻ്റെ പണി പൂർത്തിയാക്കി റോഡ് വാഹന ഗതാഗതം ആ ഭാഗത്തു കൂടെ ചെറിയ വാഹനങ്ങൾ കടത്തിവിടുന്ന രീതിയിൽ ക്രമീകരിക്കാനുള്ള സംവിധാനം ഞങ്ങൾ നേരത്തെ മുതൽ പറയുന്ന കാര്യമാണ്. അത് എത്രയും പെട്ടെന്ന് ആ രീതിയിൽ തന്നെ ക്രമീകരിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. ഇരുചക്രവാഹനം കത്തിനശിച്ചു. ആറളം ഫാം കക്കുവയിൽ വെച്ച് മുണ്ടാനൂർ സ്വദേശി സുധീഷിന്റെ ഇരുചക്രവാഹനമാണ് കത്തിനശിച്ചത്. ഓടിക്കൊണ്ടിരിക്കുന്ന ഇരുചക്രവാഹനം കത്തിനശിച്ചു. ആറളം ഫാം കക്കുവയിൽ വെച്ച് മുണ്ടാനൂർ സ്വദേശി സുധീഷിന്റെ ഇരുചക്രവാഹനമാണ് കത്തിനശിച്ചത്. കൽപ്പറ്റയിൽ നിന്നും മുണ്ടാനൂരിലേക്ക് വരികയായിരുന്ന സ്കൂട്ടിയാണ് കത്തിയത്. സുധീഷിന്റെ കാലിന് ചെറുതായി പൊള്ളലേറ്റു. ആറളം പോലീസും ഇരട്ടിയിൽ നിന്നും അശോകൻ, പി കെ ധനേഷ്, വിനോദ്, ബെഞ്ചമിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സും സ്ഥലത്തെത്തി. ഇരിട്ടി സിറ്റി ലയൺസ് ക്ലബ്ബ് ഓഫീസ് ഉദ്ഘാടനം ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ടി കെ രജീഷ് നിർവഹിച്ചു. ഇരിട്ടി സിറ്റി ലയൺസ് ക്ലബ്ബ് ഓഫീസ് ഉദ്ഘാടനം ലയൺ ഡിസ്ട്രിക്ട് ഗവർണർ ടി കെ രജീഷ് നിർവഹിച്ചു. This team has done a wonderful job of getting an office, and I'm really appreciating the team of Lions Club of Iriti for this wonderful achievement. Friends, I'm really happy to stand before you today because in front of you, we had a wonderful conference yesterday. I think so far no negatives I have received from anybody. I think it was one of the best conventions in the recent years. I thank Lions Club of Iriti City for making 100% registration at the convention, and the only club in our district of 181 plus who made 100% registration. Lions Club members പറയുമ്പോൾ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 106 വർഷമായി 1917 അമേരിക്കയിൽ രൂപം കൊണ്ട ഒരു സംഘടനയാണ്. 106 വർഷമായി സമൂഹത്തിലെ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. വി സേവ് എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം തന്നെ. വി സേവ് അല്ലാതെ മറ്റൊരു ഉദ്ദേശം ലയൺസ് ക്ലബ്ബിനില്ല. നമ്മുടെ 8 ഗ്ലോബൽ കോസുകൾ പ്രധാനമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 8 മേഖലകളാണ്. അതൊന്ന് ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് സെഞ്ചുറിയിൽ 100 വർഷം നമ്മള് വിഷനായിരുന്നു. അതായത് കാഴ്ചശക്തി ഇല്ലാത്ത ആൾക്കാർക്ക് 9 കോടി ജനങ്ങൾക്ക് കാഴ്ചശക്തി തിമിര ശസ്ത്രക്രിയയിലൂടെ നടത്തി കാഴ്ചശക്തി കൊണ്ടെടുത്തു കൊടുത്ത പ്രസ്ഥാനമാണ് ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ. ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആന്റണി പുളിയമാക്കൽ അധ്യക്ഷത വഹിച്ചു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ പി സുധീർ, പ്രൊഫസർ സി കെ പ്രദീപ്, കെ പി ടി ജലീൽ, എം ശ്രീനിവാസ പൈ, കെ സുരേഷ് ബാബു, ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ, ടി ഡി ജോസ്, ഒ വിജേഷ്, എൻ കെ ബിജു, നിതീഷ് ജോസഫ്, സജ്നൻ, മനു മാധവൻ എന്നിവർ സംസാരിച്ചു. മെൽവിൻ ജോൺ ഫെലോഷിപ്പിന് ബെന്നി പാലക്കൽ അർഹനായി. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ചെങ്കൽ തൊഴിലാളി ഡ്രൈവേഴ്സ് ആൻഡ് ക്ലീനേഴ്സ് വെൽഫെയർ ട്രസ്റ്റ് മണത്തണയുടെ കുടുംബസംഗമം ബുധനാഴ്ച രാവിലെ പേരാവൂർ റോബിൻസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലിന്റെ അധ്യക്ഷതയിൽ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ നിരവധി സംഭാവനകൾ നൽകിയ ചെങ്കൽ തൊഴിലാളി ഡ്രൈവേഴ്സ് ആൻഡ് ക്ലീനേഴ്സ് വെൽഫെയർ ട്രസ്റ്റ് മണത്തണയുടെ 2ാമത് കുടുംബസംഗമമാണ്
പേരാവൂർ റോബിൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത്. ബുധനാഴ്ച രാവിലെ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലിന്റെ അധ്യക്ഷതയിൽ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ പേരാവൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ CR ബിജു ക്ലാസുകൾ കൈകാര്യം ചെയ്യും. ചടങ്ങിൽ വിവിധ മേഖലകളിലുള്ളവർ സംബന്ധിക്കും. അതോടൊപ്പം തന്നെ ആദരിക്കൽ ചടങ്ങും നടത്തും. കുടുംബസംഗമത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ചെങ്കൽ തൊഴിലാളി ഡ്രൈവേഴ്സ് ആൻഡ് ക്ലീനേഴ്സ് വെൽഫെയർ ട്രസ്റ്റ് ഭാരവാഹികളായ സെക്രട്ടറി PV വിനോദൻ, പ്രസിഡന്റ് T ദിലീപൻ, രക്ഷാധികാരി സുനിൽ നാമത്ത്, വൈസ് പ്രസിഡന്റ് VP സമദ്, ഗജാഞ്ചി T വിനോദ് എന്നിവർ പറഞ്ഞു. മെയ് 1 10 മണിക്ക് ആരംഭിക്കുന്നതാണ്. എല്ലാ മെമ്പർമാരും നിർബന്ധമായും പങ്കെടുക്കുക. നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലിൻ്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട MLA സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. എല്ലാവരും, നമുക്കറിയാം, നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് CTDC ഭാഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ കലാപരമായും കായികപരമായുള്ള കാര്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും തീരെ ആവശ്യത അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് CTDC ധനസഹായം ചെയ്തു വരുന്നുണ്ട്. നല്ല രീതിയിലെ പ്രവർത്തനമാണ് CTDC മുന്നോട്ട് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പല രീതിയിലുള്ള സഹായങ്ങൾ സമൂഹത്തിൽ CTDCക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും തുടർന്നും ഇതേപോലെയുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ്. CTDC വെൽഫെയർ ട്രസ്റ്റിൻ്റെ രണ്ടാമത്തെ കുടുംബസംഗമമാണ് മെയ് 1 റോബിൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത്. നമ്മുടെ 54 മെമ്പർമാരും 50 വനിതാ മെമ്പർമാരാണ് ഈ ട്രസ്റ്റിലുള്ളത്. ഓരോ ദിവസത്തെ നമ്മുടെ തൊഴിലിൻ്റെ ശമ്പളത്തിൽ നിന്നും ചെറിയൊരു പൈസ മാറ്റി വെച്ചിട്ടാണ് ചാരിറ്റി പ്രവർത്തനം എല്ലാ മെമ്പർമാരും ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വനിതാ വിങ് നന്നായി നമ്മളോട് സഹകരിക്കുന്നു. എല്ലാ പ്രവർത്തനത്തിനും നമ്മളോടൊപ്പം തന്നെയുണ്ട്. ഹൈവിഷൻ ന്യൂസ്, കേളകം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പേരട്ട കൂട്ടുപുഴ യൂണിറ്റ് വ്യാപാര ഭവൻ ഉദ്ഘാടനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പേരട്ട കൂട്ടുപുഴ യൂണിറ്റിന്റെ വ്യാപാര ഭവൻ ഉദ്ഘാടനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി നിർവഹിച്ചു. എല്ലാവരും ഇങ്ങോട്ടൊന്ന് നോക്കിയാൽ എല്ലാവരും പറഞ്ഞേ. വ്യാപാരഭവന്റെ സ്ഥലം മേടിക്കാനും ഈ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിക്കാനും നിരവധിയായിട്ട് അതിന് നേതൃത്വം നൽകിയ ഭാരവാഹികളുണ്ട്. മുൻകാല ഭാരവാഹികളടക്കമുള്ള ആളുകളുണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. എന്നാൽ ലിബിൻ്റെയും തങ്കഞ്ചേട്ടൻ്റെയും നമ്മുടെ ജോണേട്ടൻ്റെയൊക്കെ നേതൃത്വം ഇനി എന്തായാലും ഇത് നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കില്ല. പണി പൂർത്തീകരിച്ചേ കഴിയൂ എന്ന് തീരുമാനിച്ചുകൊണ്ട് പ്രവർത്തക സമിതി യോഗം ചേർന്ന് ഓരോ പ്രവർത്തക സമിതി അംഗങ്ങൾക്കും എടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സംഖ്യ ഇതിലേക്ക് മാറ്റിവെച്ചുകൊണ്ടാണ് പണി പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ആ സംഖ്യ കൊണ്ടും പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല.
എങ്കിലും വെച്ച കാല് പിന്നോട്ടേക്ക് വെക്കാതെ ഈ പ്രദേശത്തുള്ള കൊച്ചു കൊച്ചു വ്യാപാരികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കുറച്ച് പണം വായ്പയായിട്ട് വാങ്ങിക്കൊണ്ട് യൂണിറ്റ് പ്രസിഡന്റ് തങ്കച്ചൻ പാറയിൽ അധ്യക്ഷത വഹിച്ചു. മുൻ യൂണിറ്റ് ഭാരവാഹികളെ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA-യും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA-യും ആദരിച്ചു. നമ്മുടെ യൂണിറ്റ് ട്രഷററായി സേവനമനുഷ്ഠിച്ച ശ്രീ സുകുമാരൻ കല്ലായി സാറിനെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ജനങ്ങൾക്ക് എന്നും മാതൃകയാകുന്ന അപ്പച്ചൻ ബ്രദറിനെ ഏറെ സ്നേഹം വായിച്ചോ. ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് PC ഷാജി, പായം പഞ്ചായത്ത് പ്രസിഡന്റ് P രജനി, ജില്ലാ സെക്രട്ടറി A സുധാകരൻ, ഇരിട്ടി മേഖലാ പ്രസിഡന്റ് CK സതീശൻ, മേഖലാ ജനറൽ സെക്രട്ടറി മൂസ ഹാജി, പഞ്ചായത്ത് അംഗങ്ങളായ ബിജു വേങ്ങലപ്പള്ളി, ഷിജിന ദിനേശൻ, അഷ്റഫ് പാലിശ്ശേരി, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജോൺ ജോഷുവ, യൂണിറ്റ് സെക്രട്ടറി ലിബിൻ V ജോസ്, PM ആൻഡോ, ET ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി നിരന്തരമായ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുന്ന സംഘടനയ്ക്ക് ഒരു ആസ്ഥാന മന്ദിരം എന്നുള്ളത് എല്ലാ അംഗങ്ങളുടെയും ഒരു ചിരകാല സ്വപ്നമാണ്. അതാണ് ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. പെരട്ടയിൽ മനോഹരമായി നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്ന ഈ വ്യാപാര ഭവൻ തീർച്ചയായും വ്യാപാരികൾക്ക് മാത്രമല്ല നമ്മുടെ നാടിനും അനുഗ്രഹപ്രദമാണ്. ഈ പ്രദേശത്തെ വ്യാപാരികൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്, ഈ നാടിൻ്റെ ഗന്ധം അറിയുന്നവരാണ്, മണമുള്ളവരാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഈ നാടിൻ്റെ വികസന കുതിപ്പിൽ പങ്കാളികൾ തന്നെയാണ്. കേരളം നമുക്കറിയാം, രണ്ട് കാര്യത്തിൽ കേരളത്തിൻ്റെ സവിശേഷതകൾ കൊണ്ട് വ്യാപാര വാണിജ്യ സംരംഭങ്ങൾക്ക് കേരളത്തിലേറെ പ്രസക്തിയുണ്ട്. ദീർഘകാല സേവനത്തിന് ശേഷം വിരമിക്കുന്ന അംഗനവാടി പ്രവർത്തകർക്കുള്ള യാത്രയയപ്പ് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അംഗൻവാടി പ്രവർത്തകർക്കുള്ള യാത്രയയപ്പ് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. CDPO ബിജി തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ എൻ്റെ എല്ലാം ആശംസകൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഇഷ്ടമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോവുക. വാങ്ങിപ്പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കുറെ കാര്യം. ഇക്കോ പാർക്കില്ലേ, നിങ്ങളൊരു കെട്ടുകൊണ്ടൊക്കെ അവിടെ വെക്കാത്ത തന്നെ ഇന്നലെ ഞങ്ങളോട് പറഞ്ഞില്ലേ, അവിടെയൊക്കെ പോയി ഒരു ദിവസം ചുമ്മാ ചെലവഴിക്കേ. എന്ന് ഈ വീട്ടിൽ തന്നെ കുത്തിയിരിക്കരുത്. എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. കിട്ടുന്ന ഈവൻസ് എല്ലാം ഈ മക്കളെല്ലാം ടൂർ പോകുമ്പോൾ അവരോടൊപ്പം ഒന്നും വിചാരിച്ചില്ലെങ്കിൽ എടാ ഞാനും വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവരോടൊപ്പം കയറി പോവുക. എല്ലാ സ്ഥലങ്ങളും പോയി കാണണം. എന്റെ റിക്വസ്റ്റ് നമ്മുടെ നാട്ടിൽ വന്ന സേവനങ്ങളാണ്. വിമാനത്താവളം വന്നു, വന്ദേ ഭാരത് വന്നു, ഇതിലൊക്കെ നിങ്ങളും കയറണം കേട്ടോ. ഒരു ടൂർ ഒരു 10-12 പേരും കൂടെ ടൂർ ആക്കിയിട്ട് നിങ്ങൾ തിരുവനന്തപുരം വരെ പോയി എല്ലാം കണ്ടിക്കുക കേട്ടോ. അതൊക്കെ ഓർഗനൈസ് ചെയ്ത് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിശ്രമ ജീവിതമാവട്ടെ. ഇത് ഔദ്യോഗിക ജീവിതത്തിന്റെ ഒരു അനിവാര്യത എന്ന് മാത്രം കണക്കാക്കുക. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ICDS വരാം. എന്ത് കാര്യങ്ങൾക്ക് നമ്മളെ വിളിക്കാം. നിങ്ങളുടെ പെൻഷന്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ പിന്നെ ഇന്നാണ് നിങ്ങൾ വിരമിക്കുന്നത്. മെയ് 30-നുള്ളിലാണ് കൊടുക്കേണ്ടത്. എല്ലാ സംഭവങ്ങളും നമ്മൾ കൊടുക്കും. അതേ സംബന്ധിച്ച കാര്യങ്ങൾ ഞാൻ അവസാനം സംസാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നല്ലൊരു വിശ്രമ ജീവിതം ആശംസിച്ചുകൊണ്ട് സൂപ്പർവൈസർമാരായ ജിസ്മി അഗസ്റ്റിൻ, K ജയമിനി, TK ബീന തുടങ്ങിയവർ സംസാരിച്ചു. ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K വേലായുധൻ മുഖ്യ അതിഥിയായി. K സരസ്വതി, K ഇന്ദിര, PK സരസ്വതി, PK അന്നക്കുട്ടി, K കോമളവല്ലി, ശ്രീമതി, TK മേരി, MV മറിയം, ചന്ദ്രി, T യശോദ, പുഷ്പവല്ലി, CP പങ്കജവല്ലി എന്നിവരാണ് സർവീസിൽ നിന്നും വിരമിച്ചത്. ന്യൂസ് ബ്യൂറോ ഇരട്ടി.
പേരാവൂർ ICDSന്റെ നേതൃത്വത്തിൽ വിരമിക്കുന്ന അംഗനവാടി പ്രവർത്തകർക്ക് യാത്രയയപ്പ് നൽകി. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അംഗനവാടി പ്രവർത്തകർക്ക് പേരാവൂർ ICDSന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. പേരാവൂർ റോബിൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പും ഉപഹാര സമർപ്പണവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ നമുക്കറിയാം 160 അംഗൻവാടികൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അംഗൻവാടി എന്ന് പറയുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിൽ അംഗൻവാടികൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ശിശുക്കളുടെ സമഗ്രമായിട്ടുള്ള വികസന കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമുക്കറിയാം അംഗൻവാടികൾ രൂപീകൃതമായിട്ടുള്ളത്. നേരത്തെ രൂപീകരിക്കുമ്പോൾ 800 ജനസംഖ്യക്ക് ഒരു അംഗൻവാടി എന്ന കണക്കിലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം അംഗൻവാടി എന്ന് പറയുന്നത് ശിശുക്കളുടെ കാര്യമാണ് പ്രധാനപ്പെട്ടും കൈകാര്യം ചെയ്തു പോകുന്നത്. ശിശുക്കൾ എന്ന് പറയുന്നത് 6 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ളവരെയാണ് നമ്മൾ ശിശുക്കളാക്കി കണക്കാക്കുന്നത്. എന്നാൽ 18 വയസ്സ് വരെയുള്ള എല്ലാവരെയും കുട്ടികളായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ ശിശുക്കളുടെയും കുട്ടികളുടെയും അതുപോലെ തന്നെ കൗമാര പ്രായക്കാരുടെയും അതുപോലെ ഗർഭിണികളുടെയും സ്ത്രീകളുടെയും ഒക്കെ ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അംഗൻവാടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നത്. നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ ഗവൺമെൻറ്റിൻ്റെ പഞ്ചായത്ത് രാജ് സംവിധാനം വന്നതിന് ശേഷം ഗവൺമെൻറ് തീരുമാനപ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഗവൺമെൻറ് ചുമതല നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ ചുമതലയുടെ ഭാഗമായിട്ട് അംഗൻവാടികളെല്ലാം ഗ്രാമപഞ്ചായത്ത് നിക്ഷിപ്തമാണ്. അതിൻ്റെ ചുമതല ഗ്രാമീണ മേഖലകൾക്ക് ഗ്രാമപഞ്ചായത്തുകൾക്കാണ്. നഗരമേഖലയിൽ നമുക്കറിയാം മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനും എല്ലാം ഇതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ട്. എന്നാൽ അംഗൻവാടികളുടെ ചുമതല ഗ്രാമപഞ്ചായത്തിനാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതിന് തൊട്ടുപരിയായിട്ടുള്ള ശിശു വികസന പ്രൊജക്റ്റിൻ്റെ ഉത്തരവാദിത്വം ബ്ലോക്ക് പഞ്ചായത്തിനെയും ഏൽപ്പിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ ജില്ലാ പഞ്ചായത്തിനും ഇതിൻ്റെ മേൽത്തലങ്ങളുടെ ഉത്തരവാദിത്വം എല്ലാമാണ്. ഇങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റും ഒക്കെ ചേർന്നുകൊണ്ടാണ് നമ്മുടെ അംഗൻവാടി പ്രവർത്തനങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. നമുക്കറിയാം ശിശുക്കളായിട്ടുള്ള ആളുകളുടെ ആ പോഷകാഹാരവും അവരുടെ ആരോഗ്യ പരിപാലനം ഉൾപ്പെടെ അംഗൻവാടി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും അതിന് ആധികാരികമായിട്ട് ഒട്ടേറെ രേഖകൾ അംഗൻവാടിയിൽ സമീപിച്ചാൽ നമുക്ക് ലഭിക്കാൻ വേണ്ടി സാധിക്കും. ഒട്ടേറെ വിവരങ്ങൾ അവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് ശേഖരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വിവര ശേഖരണത്തിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ മേഖലയ്ക്കകത്തുള്ള ഒരു വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. മുൻകാലങ്ങളിലൊന്നും അംഗൻവാടി സംവിധാനങ്ങളെല്ലാം കുറേ വർഷങ്ങൾക്കും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ സംവിധാനം വന്നതിന് ശേഷം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും എല്ലാം സമഗ്രമായിട്ടുള്ള മാറ്റം ഈ അംഗൻവാടി. പേരാവൂർ ശിശുവികസന പദ്ധതി ഓഫീസർ ഷേർലി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതിലത, ICDS സൂപ്പർവൈസർമാരായ ആശ, ലക്ഷ്മിക്കുട്ടി, സോണിയ, ആതിര, ലിനി, രജിത, ബ്ലോക്ക് ലീഡർ വത്സല P, അംഗനവാടി പ്രവർത്തകരായ ജയ KN, സുജാത VV, ഷീജ, പ്രസന്ന, ശോഭ, ഉഷ, അന്നമ്മ, ബാലാമണി, ശോഭ, പ്രീത തുടങ്ങിയവർ സംസാരിച്ചു. വർക്കർമാരായ ജോളി, ശാന്ത, ത്രേസ്യ, പുഷ്പവല്ലി, നിർമ്മല, ലളിത, ഷൈജ, ലൂസി, ഹെൽപ്പർ ത്രേസ്യ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. ചരമം. തെറ്റുവഴി അടിച്ചുട്ടിപ്പാറയിലെ പരേതനായ കുന്നക്കാട്ട് ജോസഫിന്റെ ഭാര്യ കുട്ടിയമ്മ എന്ന ബ്രിജിത അന്തരിച്ചു. 85 വയസ്സായിരുന്നു. മക്കൾ സിസ്റ്റർ ഗ്രേസി, ജോയി, ബെന്നി, ടോമി, മോളി, സിൽവി, ബിന്ദു. മരുമക്കൾ ആലീസ്, റോസ്ലി, ജൂലി, സെബാസ്റ്റ്യൻ, സജി, ജിനീഷ്. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9-ന് കല്ലുമുതിരക്കുന്ന സെന്റ് ജൂഡ് ദേവാലയ സെമിത്തേരിയിൽ. എടൂരിലെ പരേതനായ കൊച്ചുപറമ്പിൽ ജോസഫിന്റെ ഭാര്യ മറിയക്കുട്ടി അന്തരിച്ചു. 93 വയസ്സായിരുന്നു. മക്കൾ ചിന്നമ്മ, മാത്യൂസ്, ജോസ്, സിസ്റ്റർ സുമറാണി, സിസ്റ്റർ ബ്യൂലറ്റ്, വത്സമ്മ, ടോമി, സിസ്റ്റർ ജീൻ, ജോസഫ്, മോളി, ജാൻസി. മരുമക്കൾ ഗ്രേസി, ഡെയ്സി, അബ്രഹാം, മേഴ്സി, രാജു, ജോസ്. പരേതനായ ചാക്കോ. സംസ്കാരം മെയ് 2-ന് രാവിലെ 10 മണിക്ക് എടൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ. വിപണി.
റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 177, പേരാവൂർ 178, കൊട്ടിയൂർ 177. റബ്ബർ ലോട്ട് ഇരിട്ടി 164, പേരാവൂർ 168, കൊട്ടിയൂർ 167. ഒട്ടുപാൽ ഇരിട്ടി 100, പേരാവൂർ 104, കൊട്ടിയൂർ 103. കുരുമുളക് ഇരിട്ടി 540, പേരാവൂർ 550, കൊട്ടിയൂർ 550. കൊട്ടടയ്ക്ക ഇരിട്ടി 320, പേരാവൂർ 325, കൊട്ടിയൂർ 320. കശുവണ്ടി ഇരിട്ടി 96, പേരാവൂർ 98, കൊട്ടിയൂർ 98. നീ വന്നു അഴകേ പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6655, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരിട്ടി മേഖലയിലെ ടൂറിസം സാധ്യതകൾ, എടക്കാനം വ്യൂ പോയിന്റിൽ ശില്പശാല നടത്തി. ഹൈവിഷൻ ന്യൂസ് ഇംപാക്ട്. വേനൽ ചൂട് പ്രതിരോധിക്കാൻ കഴിയാതെ നേന്ത്രവാഴകൾ കരിഞ്ഞുണങ്ങുന്നു. വിലക്കുറവിനൊപ്പം വാഴകൾ കരിഞ്ഞുണങ്ങി നശിക്കുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. കൊട്ടിയൂർ നീണ്ടുനോക്കി പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം ആരംഭിച്ചു. വൈശാഖോത്സവത്തിന് മുൻപ് പ്രവൃത്തി പൂർത്തിയാകുമോ എന്ന ആശങ്കയിൽ പ്രദേശവാസികൾ. ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച ടാങ്കിന് സമീപം മലിനജലം കെട്ടിക്കിടക്കുന്നു. പകർച്ചവ്യാധി ഭീഷണി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.